أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الملك ائتوني به أستخلصه لنفسي. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. قال اجعلني على خزائن الأرض قال اجعلني على خزائن الأرض إني حفيظ عليم. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 54, 55 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ കഥ എത്തി നിൽക്കുന്ന സംഗതി എന്ന് പറയുന്നത്, രാജാവിന്റെ മുമ്പിൽ പ്രശ്നമെത്തി. രാജാവിന് 2 പ്രശ്നങ്ങളാണ് രാജാവിന് അവിടെ ഡീൽ ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന്, രാജാവിന്റെ ഓൺ ഡ്രീം, അല്ലെ, അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്വപ്നം. ആ സ്വപ്നത്തിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് സ്വയം തന്നെ അത് മനസ്സിലാക്കി എടുക്കേണ്ടി വന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പെട്ടെന്നാണ് ഈ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞപ്പോഴാണ് യൂസുഫ് അലൈഹി ഇസ്ലാമ റോങ്ലി ഇംപ്രിസൻഡ് ആണ്. ഹി വാസ് റോങ്ലി അക്യൂസ്ഡ്, അല്ലെ, വളരെ തെറ്റായ രൂപത്തിൽ ഒരു കെട്ടിച്ചമച്ച ഒരു കേസിന്റെ പുറത്താണ് അദ്ദേഹം ജയിലിലായത് എന്ന് അദ്ദേഹം അറിയുന്നത്. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഒരിക്കലും അത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊള്ളണമെന്നില്ല. ഡേ ടു ഡേ ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നത് അവിടുത്തെ ജുഡീഷ്യറി, പോലീസ്, പിന്നെ അതുപോലെ ബ്യൂറോക്രസി, എക്സിക്യൂട്ടീവ്, ഇവരൊക്കെയാണ് നടത്തുക. രാജാവിന്റെ മുമ്പിൽ പ്രശ്നം എത്തുമ്പോൾ മാത്രമേ രാജാവ് അതിൽ ഡീൽ ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രശ്നം എത്തുന്നത്. കാരണം അതിന് കാരണമായത് യൂസുഫ് അലൈഹി ഇസ്ലാം തന്നെ. അദ്ദേഹം ഹി വാസ് സോ സ്ട്രീറ്റ് സ്മാർട്ട് ആൻഡ് ഹി വാസ് സോ ഇന്റലിജന്റ്. അപ്പാർട്ട് ഫ്രം ബീങ് ഹാൻസം, ഹി ഈസ് ആൾസോ വെരി മച്ച് ഇന്റലിജന്റ്. മാത്രമല്ല സ്ട്രീറ്റ് സ്മാർട്ട് ആയിരുന്നു. തന്റെ നിരപരാധിത്വം തെളിയിച്ച് മാത്രമേ പുറത്തു വരുള്ളൂ എന്ന അദ്ദേഹത്തിന്റെ ഇൻസിസ്റ്റൻസ്. അദ്ദേഹം സോ കൺവിൻസ് ദാറ്റ് ഐ ക്യാൻ പ്രൂവ് മൈ ഇന്നസെൻസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും രാജാവിനെ സംബന്ധിച്ച് ദ കിങ് വാസ് സോ ഇംപ്രസ്ഡ്, അല്ലെ. രാജാവ് വളരെ ഇംപ്രസ്ഡ് ആയി. കാരണം ഒന്നാമത്, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിൽ ഒരു കൃത്യമായ വിവരം കൊടുത്തു. അദ്ദേഹത്തിന്റെ കോർട്ടിലുള്ള രാജസദസ്സിലുള്ള മറ്റെല്ലാവരും അതിനെ തള്ളിക്കളഞ്ഞു. അൽഗാസു അഹ്ലാം, ഇതൊരു പാഴ് സ്വപ്നങ്ങൾ, പേടി സ്വപ്നങ്ങളാണ്, നിങ്ങൾ രാത്രി കണ്ട ഒരു നൈറ്റ് മെയർ ആണ്, അങ്ങനത്തെ ഒരു സംഗതിയാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞപ്പോൾ, അതല്ല, ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഒരു ദേശീയ പ്രശ്നമുണ്ട്, ഒരു ദേശീയ ഇക്കോണമിക് ക്രൈസിസ് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു കൃത്യമായ ഒരു വ്യാഖ്യാനം നൽകുകയും, എന്ന് മാത്രമല്ല ആ വ്യാഖ്യാനത്തോടൊപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ അടക്കം വളരെ വ്യക്തമായി ഡ്രാഫ്റ്റ് ചെയ്ത്, ഒരു സ്ട്രാറ്റജി തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത യൂസുഫ് അലൈഹി ഇസ്ലാമയെ സംബന്ധിച്ച് രാജാവ് സോ ഇംപ്രസ്ഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ റദ്ദ് ചെയ്തു, ജയിലിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഇനി അവിടെ നിന്നാണ് ഈ കഥ നമ്മൾ വീണ്ടും ആരംഭിക്കുന്നത്. നോക്കിക്കോളൂ. വഖാലൽ മലിക്, ആദ്യം ഞാൻ അതിന്റെ വാക്കർത്ഥം ഒന്ന് പറയാം, ഈ 2 ആയത്തിന്റെ, എന്നിട്ട് നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. വഖാലൽ മലിക്, കണ്ട, അവിടെ രാജാവ് പറഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട്. തൂനി ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുവരിക, അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുവരിക. അസ്തഖ്ലിസുഹു ലിനഫ്സി, അസ്തഖ്ലിസുഹു ലിനഫ്സി. ഖലസ എന്ന പദത്തിൽ നിന്നാണ് അസ്തഖ്ലിസു. നമ്മൾ ഇഖ്ലാസ് എന്ന് പറയാറില്ലേ അറബിയിൽ? പറഞ്ഞു മലയാളമായ ഒരു വാക്കാണ് ഇഖ്ലാസ്, അല്ലെ. ഇഖ്ലാസ് ഇല്ലാതെ ചെയ്തു എന്നൊക്കെ പറയാറില്ലേ, ആത്മാർത്ഥത ഇല്ലാതെ ചെയ്തു എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു വാക്കാണ് അത്. അതിൽ നിന്നാണ് അസ്തഖ്ലിസു. അസ്തഖ്ലിസു എന്ന് പറഞ്ഞാൽ, ശരിക്കും ഖലസ എന്ന് പറഞ്ഞാൽ എല്ലാ പതിരും കളഞ്ഞിട്ട് ഒരു സംഗതിയുടെ റൂട്ട് അത് മാത്രം എടുക്കുക, അതാണ് ഖലസ. ശുദ്ധീകരിച്ചെടുക്കുക, വേർതിരിച്ചെടുക്കുക, അതൊക്കെയാണ് ഖലസയുടെ അർത്ഥം. അസ്തഖ്ലിസു എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സ്ക്ലൂസീവ്ലി എനിക്ക് അദ്ദേഹത്തെ എൻ്റെ ഏറ്റവും അടുത്ത ആളാക്കി ഞാൻ പറയാം. അതായത് മറ്റെല്ലാവരെക്കാളും പ്രിയോറിറ്റി ഉള്ള, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാം മറ്റാർക്കെങ്കിലും അദ്ദേഹം സേവനം ചെയ്യുക,
മറ്റാർക്കെങ്കിലും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുക എന്നതിന് പകരം അദ്ദേഹത്തെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി നിയമിക്കുന്നു എന്നർത്ഥം. അതാണ് ഇഖ്ലാസും. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റെല്ലാ നിയ്യത്തുകളും ഒഴിവാക്കുക. ഒരു സംഗതി ചെയ്യുമ്പോൾ അതാരെങ്കിലും കാണിക്കാനോ ആരെങ്കിലും തൃപ്തിപ്പെടുത്താനോ ആരുടെയെങ്കിലും പ്രശംസ കിട്ടാനോ പത്രത്തിൽ ഫോട്ടോ വരാനോ ടി വിയിൽ വാർത്ത വരാനോ ഇതിനൊന്നും അല്ലാതെ നമ്മളൊരു കാര്യം അതിന്റെ ഒരു യഥാർത്ഥ ഇന്റൻഷൻ അതിനനുസരിച്ച് ചെയ്യുന്നതിനാണ് ഇഖ്ലാസുന്നിയ എന്ന് പറയാം. മറ്റെല്ലാ ദുഷിച്ച വശങ്ങളും അല്ലെങ്കിൽ മോശപ്പെട്ട വശങ്ങളും കളഞ്ഞിട്ട് ഇതിന് മാത്രം എന്ത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രം അതിന്റെ റിസൾട്ട് ആയിട്ട് വെക്കുക. അതാണ് ഇഖ്ലാസ്. അതിൽ നിന്നാണ് അസ്തഖ്ലിസു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂസുഫിനെ ഞാൻ എന്ത് ചെയ്യട്ടെ, എൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ട് നിയമിക്കട്ടെ, എനിക്ക് മാത്രമാക്കി ഞാൻ തീരുമാനിക്കുന്നു. ഫലമ്മ കല്ലമഹു, അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ, കല്ലമ എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിച്ചു, ഹു അവനോട്. അപ്പൊ രണ്ടും അവൻ. അപ്പൊ അതാരാണ് നമുക്ക് വിശദീകരണത്തിൽ പറയാം. ആരോടാണ് സംസാരിച്ചത്? രണ്ടാളും രാജാവ് യൂസുഫ് അലൈഹി ഇസ്ലാമിയോടാണോ സംസാരിച്ചത്? യൂസുഫ് അലൈഹി സ്വലാം രാജാവിനോടാണോ സംസാരിച്ചത്? അത് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മൾ വാക്കർത്ഥം പറയുന്നത് ഫലമ്മ കല്ലമഹു, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ കാല, അദ്ദേഹം പറഞ്ഞു, ഇന്നകൽ യൗമ ലദൈന മക്കീൻ. ആ വാചകം ചേർത്ത് വായിക്കുമ്പോൾ ആ കല്ലമഹു എന്നതിന്റെ അർത്ഥം എന്തായിട്ട് മാറും? രാജാവ് യൂസുഫ് അലൈഹി ഇസ്ലാമിയോട് സംസാരിച്ചപ്പോ കാല, ആ രാജാവ് പറഞ്ഞു, ഇന്നകൽ യൗമ, തീർച്ചയായും താങ്കൾ, അൽ യൗമ, ഫ്രം ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നു മുതൽ, ലദൈന, നമ്മുടെ അടുത്ത്, നമ്മുടെ പക്കൽ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ബിസൈഡ് മീ എന്ന അർത്ഥത്തില്, മക്കീനുൻ എന്ന് പറഞ്ഞാൽ താങ്കൾ എൻ്റെ അടുക്കൽ ഒരു എന്താ പറയാ മലയാളത്തിലെ ഒരു ഫുള്ളി എംപവേർഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എൻ്റെ അടുക്കൽ സ്വാധീനമുള്ള ഒരാളാണ് എന്നർത്ഥം. അമീൻ, അതുപോലെ പൂർണ്ണമായും വിശ്വസ്തനായിട്ടുള്ള ഒരാളുമാണ് താങ്കൾ. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നമ്മൾ അതിനകത്തേക്ക് പോവാം. കാല, അപ്പോ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, ഇജ്അൽനി, എന്നെ താങ്കൾ നിയമിക്കണം, അലാ ഖസാഇനിൽ അർള്, ഈ രാജ്യത്തിന്റെ മുഴുവൻ ട്രഷറിയുടെയും, ഖസാഇൻ എന്ന് പറഞ്ഞാൽ ഖസീന, ട്രഷറി എന്നർത്ഥം. ഖജനാവ് നമ്മൾ പറയില്ലേ മലയാളത്തിൽ, ഖജനാവ്, ട്രഷറി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന്റെ, ഈ രാജ്യത്തിന്റെ മുഴുവൻ ട്രഷറിയുടെയും മുഴുവൻ ഖജനാവുകളുടെയും ഉത്തരവാദിത്വം എനിക്ക് തരണം. ഇന്നീ, കാരണം തീർച്ചയായും ഞാൻ, ഹഫീലുൻ, അതിനെ പൂർണ്ണമായും പരിപാലിക്കുന്നവനാണ്. ഹിഫ്ള് എന്നൊക്കെ പറയുന്നില്ലേ, അതിൽ നിന്നാണ് ഹഫീൽ. അലീം, മാത്രമല്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് സൂക്ഷ്മമായ അറിവുണ്ട്. ഐ ആം നോളജബിൾ ആൻഡ് ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡെലിവർ ദിസ്. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം വരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം, ഈ രാജാവ് ഈ യൂസുഫ് അലൈഹി ഇസ്ലാമയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന്. കാരണം ഇതുവരെ നേരത്തെ പറഞ്ഞ എല്ലാ സംഭാഷണങ്ങളും നടക്കുന്നത് രാജാവിന്റെ മുന്നിൽ യൂസുഫ് അലൈഹി സ്വലാം എത്തിയിട്ടല്ല, മറിച്ച് ഇതുവരെ അദ്ദേഹം എവിടെയാണ്? യൂസുഫ് അലൈഹി സ്വലാം ജയിലിൽ തന്നെയാണ്. മറ്റെല്ലാ സംഭാഷണങ്ങളും നടക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാമയെ കൂടാതെയാണ്. പക്ഷെ ഈ നിരപരാധിത്വം പൂർണ്ണമായി തെളിഞ്ഞു കഴിഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, തൂനിബിഹി, അദ്ദേഹത്തെ കൊണ്ടുവരൂ. സ്വാഭാവികമായിട്ടും കൊണ്ടുവരിക എന്നത് ഒരു തടവ് പുള്ളിയെ ഫ്രീ ആക്കി വിട്ട ഒരു തടവ് പുള്ളിയെ കൊണ്ടുവരുന്ന പോലെ ആവൂല. കാരണം ഇതോടുകൂടി രാജാവിന് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞ ഒരാളാണ് യൂസുഫ് അലൈഹി സ്വലാം. സ്വാഭാവികമായിട്ടും ആ പരിവാരങ്ങളും ആ ഒരു റോയൽ ട്രീറ്റ്മെന്റും ഒക്കെ കൊടുത്തിട്ടാണ് യൂസുഫ് അലൈഹി സ്വലാമയെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അസ്തഖ്ലിസുഹു ലി നഫ്സി, ഞാൻ എനിക്ക് ഒരു പ്രത്യേകമായ സ്ഥാനം കൊടുത്തിട്ട്, ഐ വാണ്ട് ഹിം എക്സ്ക്ലൂസീവ്ലി ഫോർ മീ. അതാണ് അസ്തഖ്ലിസുഹു ലി നഫ്സി. ദർ ഇസ് നോ ഫിൽറ്റർ ബിറ്റ്വീൻ മീ ആൻഡ് ഹിം. അദ്ദേഹത്തിന്റെയും എന്റെയും ഇടയിൽ യാതൊരു ഫിൽറ്റർ ഉണ്ടാവില്ല. അപ്പൊ ആ വാചകം മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ തന്നെ നമുക്കറിയാം, അതായത് ഇപ്പൊ ഒരു പ്രസിഡന്റ്, ഒരു കിങ്, അവരുടെയൊക്കെ മുമ്പില്, അവരുടെയൊക്കെ സംവിധാനത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കാല് പിടിക്കണം അല്ലെ? ഒരു സെക്രട്ടറി മാത്രമല്ല, ഒരുപാട് റോയൽ കോർട്ട് ഉണ്ടാവും, അവിടെ ഒരു
വലിയ സംവിധാനം ഉണ്ടാവും. അവരോടത്തൊക്കെ നമ്മൾ അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ അവർ പഠിക്കണം. ആ അപേക്ഷയിൽ എന്തെങ്കിലും പിന്നെ പാളിച്ചകൾ ഉണ്ടോ എന്ന് അവർ നോക്കും. നമ്മുടെ റെക്കോർഡ് പരിശോധിക്കും. പോലീസ് ക്ലിയറൻസ് വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വലിയ സ്റ്റേറ്റ്മാനെ, ഉന്നത സ്ഥാനത്തുള്ള ഒരാളെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ രാജാവ് പറയണം അതൊന്നും ഇല്ലാതെ ഐ വാണ്ട് ഹിം എക്സ്ക്ലൂസീവ്ലി ഫോർ മീ. എനിക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ കിട്ടണം. അപ്പോ ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ഒരു പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം ആകുമ്പോൾ അവിടെയൊക്കെ ഒരു ഹിയറാർക്കി ഉണ്ടാവും അല്ലെ? ഒരു താഴെത്തട്ടിലെ ഒരാൾക്ക് മേലെത്തട്ടിലെ ഒരാളോട് സംസാരിക്കണമെങ്കിൽ ആ ഒരു ഹിയറാർക്കി മുഖേന മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെയൊക്കെ ഓഫീസിൽ നോക്കിയാൽ നമ്മുടെ നേരിട്ട് ഒരു ബോസ് ഉണ്ടാവും, അതിന്റെ മേലെ വേറൊരു ബോസ് ഉണ്ടാവും, പിന്നെയാണ് നമുക്ക് മാനേജറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ നേരിട്ട് മാനേജറോട് സംസാരിച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മൾ അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാവും അല്ലെ? നമ്മുടെ തൊട്ട് മേലുള്ള ആൾ വളരെ അൺഹാപ്പി ആയിരിക്കും നമ്മൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇപ്പൊ ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ തന്നെ ഒരു കപ്പ് ബെയറാണ് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞിട്ട് കൊണ്ടുവന്ന് രാജാവിന് കൊടുക്കുന്നത്. അവിടെ തന്നെ ആ കപ്പ് ബെയറർ ആർക്കാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അയാളെ മറികടന്നിട്ടാണ് അയാൾ പോയിട്ട് രാജാവിനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഗതികളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് രാജാവ് പ്രഖ്യാപിക്കുന്നത്. ഈ മറ്റാരൊക്കെങ്കിലും ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം യൂസുഫ് അലൈഹി സ്വലാം മറ്റാർക്കെങ്കിലും അവരുടെ ആരുടെങ്കിലും കീഴിൽ ജോലി എടുക്കുന്നതിന് പകരം, കീഴിൽ സെർവ് ചെയ്യുന്നതിന് പകരം എനിക്ക് മാത്രമായിട്ട് അദ്ദേഹത്തെ വേണം. കാരണം ഐ ആം സോ ഇംപ്രസ്ഡ് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ക്വാളിറ്റിയിൽ, അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കേപ്പബിലിറ്റിയിൽ, അദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റിയിൽ, അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യൽസിൽ, ഇതിലൊക്കെ തന്നെ എനിക്ക് ഐ ആം ഫുള്ളി കൺവിൻസ്ഡ് എന്ന അർത്ഥത്തിലാണ് രാജാവ് അസ്തഖ്ലിസുഹു ലിനഫ്സി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫലമ്മ കല്ലമഹു. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഫലമ്മ കല്ലമഹു, രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ രാജാവ് പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ കാരണം അപ്പൊ രാജാവ് ഫലമ്മ കല്ലമഹു എന്ന് പറഞ്ഞാൽ അവിടെ രാജാവ് അദ്ദേഹത്തിന്റെ ഈ യൂസുഫ് അലൈഹി സ്വലാമയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എന്തുകൊണ്ട് യൂസുഫിനെ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിശ്ചയിക്കണം എന്നത്. ഹി കൺഫേംഡ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന തീരുമാനം വളരെ കൃത്യമാണ്. അവിടെ ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു യൂസുഫ് അലൈഹി സ്വലാമയുടെ യോഗ്യതയെക്കുറിച്ചുള്ള ഒരു ചോദ്യമോ ഒന്നുമില്ല. ഇറ്റ്സ് സച്ച് എ പ്ലഷർ ടു മീറ്റ് യു. അങ്ങനെ ഉണ്ടല്ലോ ചില സ്ഥലത്ത് ജോലിക്ക് നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള നേരത്തെ തന്നെ ഒരു ഇംപ്രഷൻ ഉള്ള ഒരാളാണെങ്കിൽ അവിടെ പിന്നെ വലിയൊരു ഇന്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. ആ അർത്ഥത്തിലാണ് യൂസുഫ് അലൈഹി സ്വലാമയെ രാജാവ് മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ യൂസുഫ് അലൈഹി സ്വലാമയുടെ എബിലിറ്റിയിൽ, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയിൽ ഹി വാസ് സോ ഇംപ്രസ്ഡ്. അതാണ്. ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഫലമ്മ കല്ലമഹു എന്നതിനെ ആ ഒരു ഒറ്റ വാചകത്തെ മാത്രം യൂസുഫ് അലൈഹി സ്വലാം രാജാവിനോട് സംസാരിച്ചപ്പോ എന്നും വേണമെങ്കിൽ വെക്കാം. അപ്പോ രണ്ടാമത് പറയുന്ന രാജാവ് തന്നെ, ഖാല ഇന്ന കല്യമ, അത് രാജാവ് തന്നെ പറയുന്നു. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം അദ്ദേഹം രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ രാജാവ് വിശേഷങ്ങൾ ചോദിച്ചു. ഹൗ ആർ യു, അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും യൂസുഫ് അലൈഹി സ്വലാം സംസാരിച്ചിട്ടുണ്ടാകും. ആ സംഭാഷണം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പൊസിഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. സ്വപ്നത്തിന്റെ ആ ഒരു വ്യാഖ്യാനം എങ്ങനെ നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അവിടെ അള്ളാഹ് പറഞ്ഞിട്ടില്ല, അത് വിട്ടു കളഞ്ഞിരിക്കുന്നു. അപ്പൊ രാജാവ് പറഞ്ഞു എന്നും ആവാം. അപ്പൊ ഏതർത്ഥത്തിൽ, രണ്ടർത്ഥത്തിലും ആയാലും, രാജാവ് യൂസുഫിനോട് സംസാരിച്ചപ്പോഴും ആണെന്ന് വെച്ചാലും യൂസുഫ് രാജാവിനോട് സംസാരിച്ചു എന്ന് വെച്ചാലും, ഇൻ എയ്തർ കേസ് ദ കിങ് വാസ് സോ ഇംപ്രസ്ഡ്. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് മീനിങ്. മനസ്സിലായി? അവർ തമ്മിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺവെർസേഷൻ നടന്നു, അതിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു. അപ്പോ രാജാവ് പറയാണ് കാല ഇന്നക്കൽ യൗമ ലദൈന മഖീനുൻ അമീൻ. ആ 4 വാക്കിലും ഇന്നക അൽ യൗമ ലദൈന മഖീനുൻ അമീൻ ഒരുപാട് ആശയങ്ങളുണ്ട്. ഇതാ. അപ്പൊ നമ്മള് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഇതിന്റെ അകത്ത് ഒരു സൈഡായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഏത് ഭാഷയിലാണ് അവർ സംസാരിച്ചിട്ടുണ്ടാവുക? അത് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാമയുടെ ഭാഷ അറബിയാണോ? അരാമിക് അല്ലെങ്കിൽ ഹിബ്രു. ഇന്നത്തെ ഹിബ്രുവിന്റെ ഓൾഡർ വേർഷൻ ആയിട്ടുള്ള അരാമിക് ഭാഷയിലാണ് അവിടെ സംഭാഷണം നടന്നിട്ടുണ്ടാവുക. അതിന് ആരാ ഇപ്പൊ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിലാക്കുന്നത് ആരാ? അള്ളാഹു. വെരി ഗുഡ്. അതാണ്, അള്ളാഹു ആണ് അന്ന് നടന്ന, അവരുടെ ഭാഷയിൽ നടന്ന, ഹിബ്രുവിലോ അരാമിക് ഭാഷയിലോ നടന്ന ആ സംഭാഷണത്തെ ഈ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു ആണ്. സ്വാഭാവികമായിട്ടും ആ ഭാഷയുടെ എല്ലാ മീനിങ്ങുകളും അല്ലെങ്കിൽ അവിടെ നടന്ന സംഭാഷണത്തിന്റെ
എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ച ഒരു ട്രാൻസ്ലേഷൻ ആണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറെ മീനിങ് ഒക്കെ മിസ്സിങ് ആകാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മിസ്സിങ് ആകാം, ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കാതെ വരാം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അങ്ങനത്തെ ഉദാഹരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. അങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാർ ട്രാൻസ്ലേറ്റ്. പക്ഷെ ഇവിടെ അള്ളാഹു അത് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണം. അപ്പോ കാല രാജാവ് പറയണ്, ഇന്നക്ക തീർച്ചയായും താങ്കൾ അല്യവും ഫ്രം ടുഡേ ഓൺവേർഡ്സ് റൈറ്റ് നൗ എന്നാണ്. അതായത് നാളത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടല്ല, താങ്കൾ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴാ? ഇന്നാണ്, ഇപ്പോഴാണ്. അതാണ് അല്യവും, ഇന്നക്കല്യവും, ഇന്നു മുതൽ ലദൈന. ലത എന്ന വാക്കും ഇന്ത എന്ന വാക്കും അറബിയിൽ നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ അർത്ഥം പറയുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ അർത്ഥം പറയുമ്പോൾ ഒരു പ്രോക്സിമിറ്റി, നിയർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. പക്ഷെ ഒരു നല്ല വ്യത്യാസമുണ്ട്. ഇന്ത എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് അന ഇന്ദൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന ഇന്ദൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഞാൻ പള്ളിയുടെ അടുത്താണ്, ഐ എം നിയർ ദ മസ്ജിദ് എന്നർത്ഥം. പക്ഷെ അന ലദൽ മസ്ജിദ് എന്ന് പറഞ്ഞാലോ, ഐ ആം റൈറ്റ് ഇൻ ദ മസ്ജിദ്, റൈറ്റ് ഇൻ അറ്റ് ദ മസ്ജിദ്, മസ്ജിദിന്റെ അകത്താണെന്ന് അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ തന്നെ സൂറത്ത് യൂസുഫിൽ തന്നെ അൽഫയ സയ്യിദഹ ലദൽ ബാബ് എന്ന് പറഞ്ഞു അല്ലെ. അൽഫയ സയ്യിദഹ ലദൽ ബാബ്, അവർ രണ്ടുപേരും ഇമ്രാത്തുൽ അസീസിന്റെ ഭർത്താവിനെ, യജമാനെ കണ്ടു റൈറ്റ് അറ്റ് ദ ഡോർ, ആ ഡോറിന്റെ തൊട്ടടുത്ത് തന്നെ കണ്ടു. അപ്പോ രാജാവ് ഇന്ധന എന്നല്ല പറയുന്നത്, മറിച്ച് ലദൈന എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് യു ആർ നോട്ട് ജസ്റ്റ് ബിസൈഡ് മീ, ബട്ട് യു ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഓർ അറ്റ് മീ. എന്റെ പൂർണ്ണമായും എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വിശദീകരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയണം, വെറുതെ അർത്ഥം പറഞ്ഞു പോയാൽ പോരെ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ ആ മീനിങ്ങിന്റെ അല്ലെങ്കിൽ ആ വാചകം അവിടെ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം യു ആർ സോ ക്ലോസ് ടു മീ എന്നാണ്. നിങ്ങൾ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ രാജാവ് പറയാണ്, എൻ്റെ ഒരു വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ഡെലിഗേറ്റോ ഒരു കിങ്ങിന്റെ തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന ആളോ ആണ് താങ്കൾ എന്നാണ്. അല്ലാതെ വെറും ഒരു ഫൈനാൻസ് മിനിസ്റ്റർ അല്ല, ക്യാബിനറ്റിലെ ഒരു അംഗം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഷൂറ കൗൺസിലിലെ ഒരു അംഗം മാത്രമല്ല, മറിച്ച് ലദൈന, വെരി ക്ലോസ് ടു മീ. മക്കീൻ, അമീൻ. മക്കീൻ എന്ന പദം അതിത്തിരി കുറച്ച് മനസ്സിലാക്കാൻ ഇത്തിരി ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അറബിയില് സാധാരണഗതിയിൽ മിക്കവാറും വെർബുകൾ 3 അക്ഷരങ്ങൾ ഉണ്ടാവുക അല്ലെ. 3 അക്ഷരങ്ങൾ. ഇപ്പൊ കാന എന്ന വാക്ക് 3 അക്ഷരം അല്ലേ. ഏതൊക്കെയാ അക്ഷരങ്ങള്? ക അല്ലെ, പിന്നെ അലിഫ്. എങ്ങനെ? അതെ, കാഫ് അലിഫ് നൂന്. ഫഅല 3 അക്ഷരം അല്ലേ. സഖത 3 അക്ഷരം. ലറബ, ഇങ്ങനെയാണ്. അതിനോട് ഒരു മീമ് ചേർക്കുമ്പോ എന്തർത്ഥം കിട്ടും? ഇസ്മുൽ ലർഫ് അല്ലെങ്കിൽ മക്കാൻ എന്നർത്ഥം കിട്ടും. ഉദാഹരണത്തിന് തഅമ ഭക്ഷിച്ചു, മത്അമിന്റെ അർത്ഥം റെസ്റ്റോറന്റ്. തബഹ കുക്ക് ചെയ്തു. മത്ബഖ് കിച്ചൺ. ജലസ ഇരുന്നു. മജ്ലിസ് ഇരിക്കുന്ന സ്ഥലം. സജദ സുജൂദ് ചെയ്തു. മസ്ജിദ് സുജൂദ് ചെയ്ത സ്ഥലം, പള്ളി. അങ്ങനെ ഇതാണ് ലർഫ്. ഇനി ചില സമയത്ത് ആ സമയത്തിനും പറയും. ഇപ്പോ ഉദാഹരണത്തിന് ലർഫ് സമാന്, ലർഫ് മക്കാന്. പിന്നെ സമയം, ഇപ്പൊ ഉദാഹരണത്തിന് എന്തായാലും പറയാ, ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ മസാ. അംസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈകുന്നേരം ആവുക, അതായത് ഒരു സംഗതി അതിന്റെ അവസാനത്തിനോട് എത്തി ആയിത്തീരുന്നതിനാണ് അംസ എന്ന് പറയാ. അതിൽ നിന്നാണ് മസാ ഉണ്ടായത്, വൈകുന്നേരം എന്ന അർത്ഥത്തില്. മനസ്സിലായോ? മസാ. അപ്പോ ഒരു സംഗതി സംഭവിച്ച സമയത്തിനോ സ്ഥാനത്തിനോ ഒക്കെ പറയുന്ന ഒരു മീം ചേർത്താൽ എന്ത് കിട്ടും? അതിന്റെ സമയത്തെ ഇതിനെ കുറിക്കും. അതേസമയം അറബിയിൽ തവഹും എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. തവഹും എന്ന് പറഞ്ഞാല് ഈ മീമ് ചേർത്ത സംഗതി തന്നെ ഒരു ഫിഅലായിട്ട് വരും. ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ കാനയുടെ അർത്ഥം ഒരു സംഗതി ആയിത്തീർന്നു. മക്കാൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മക്കാൻ, സ്ഥലം. മക്കാന് അല്ലെ, മക്കാനുൽ. ഉദാഹരണത്തിന്
മക്കാനുൽ ബൈത്ത് വീടിന്റെ സ്ഥലം, മക്കാനുൽ മസ്ജിദ് പള്ളിയുടെ സ്ഥലം, മക്കാനുൽ ദുക്കാൻ കടയുടെ സ്ഥലം എന്നൊക്കെ അർത്ഥത്തില്. പക്ഷെ ചില വളരെ റെയർ കേസിൽ ആ മക്കാന് തന്നെ മക്കന എന്നുള്ള ഒരു ഫിഅലായിട്ട് മാറും. മനസ്സിലായോ? അതായത് ആ സ്ഥലത്താക്കി തീർത്തു എന്ന അർത്ഥത്തിൽ. അതിന് അറബിയിൽ പറയാ തവഹും എന്നാണ് അറബി പറയാ, ഗ്രാമർ ഭാഷയിൽ. അതൊന്നും അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനത് മനസ്സിലാക്കാം. ഇവിടെ ഈ മക്കീൻ എന്നുള്ള പദം പ്രയോഗിച്ചതിന്റെ ക്ലിയർ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോ ഖാന എന്നതിന് മക്കാൻ എന്നതിനെ തന്നെ ഒരു വെർബാക്കി മാറ്റി. മക്കന തംകീൻ. അറബിയിൽ അങ്ങനെ ഒരു പദമുണ്ട്, തംകീൻ എന്ന് പറഞ്ഞാൽ എംപവർ ചെയ്യാം. അതായത് ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തുക. ടു ബി ഗിവൺ എ സ്റ്റേഷൻ, ഒരു പൊസിഷൻ നൽകുക, ഒരു പദവി നൽകുക, ഒരു കഴിവ് നൽകുക, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു എംപവർ ചെയ്യുക. അപ്പൊ തംകീനുൽ എന്ന അറബി പറഞ്ഞതിന്റെ അർത്ഥം വിമൻ എംപവർമെന്റ് എന്നാണ്. ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവർക്ക് അവരുടേതായ ഒരു സ്പേസ് നൽകിയിട്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് നൽകുക. അപ്പോ ഖാന എന്ന പദത്തിന്റെ ഇസ്മ ലർഫ് മക്കാനായിട്ടുള്ള മക്കാൻ, ആ മക്കാൻ എന്ന പദത്തെ തന്നെ ഒരു വെർബാക്കി മാറ്റി. അതിന് അറബിയിൽ എന്താ പറയാ? ഞാൻ ഇപ്പൊ പറഞ്ഞു, തവഹും 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 എന്നാണ് പറയാം. വഹും എന്നുള്ള, അതായത് ഒരു സംഗതിയെ സങ്കല്പിക്കുക എന്ന അർത്ഥത്തിൽ. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് അത്ര ഒരു അങ്ങനെ ഇതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ല. പക്ഷെ എന്നാൽ കൂടി അത് ക്ലിയർ ആകാൻ വേണ്ടി പറയണം. ആ വാക്ക് എന്തുകൊണ്ട് അള്ളാഹു ഉപയോഗിച്ചു? ഇവിടെ ഇതേ വാക്ക് ഉപയോഗിച്ചിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. എന്താണ്? അല്ലെ, കേട്ടല്ലേ? അത് ഏത് സൂറത്തിലാ? ഇന്ദദിൽ അർഷി മക്കീൻ അത് പറയുന്നുണ്ട്. അതായത് ജിബ്രീൽ അലൈഹി ഇസ്ലാം സിംഹാസനത്തിന്റെ അടുത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥാനം, ഒരു പദവി നൽകപ്പെട്ട മനുഷ്യനാണ്, ഒരു മലക്കാണ്, അങ്ങനത്തെ ഒരു ശക്തിയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന അർത്ഥത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇതുപോലെ ഇവിടെ രാജാവ് പറയാണ് ഇന്നക്കൽ യൗമ ലദൈന മക്കീൻ. അപ്പൊ അതിന്റെ അർത്ഥം യു ഹാവ് ബീൻ ഗിവൻ എ ക്ലിയർ സ്റ്റേഷൻ വിത്ത് മീ, റൈറ്റ് ബിസൈഡ് മീ. എന്നോട് തൊട്ട് ചേർന്നിട്ട് ഒരു നല്ല സ്ഥാനം താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ഹാവ് ബീൻ എംപവേർഡ് കംപ്ലീറ്റ്ലി എന്നർത്ഥം. താങ്കളെ ഞാൻ പൂർണ്ണമായ അധികാരം, ഒരു രാജാവിനെ പോലെ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ, അതിന് പറ്റുന്ന ഒരു പൊസിഷൻ ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ പൊസിഷൻ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പറഞ്ഞത്. ക്ലിയർ ആണോ അത്? സോ ഹി ഈസ് സ്റ്റേഷൻഡ് അണ്ടർ ദ ത്രോൺ ഓർ വെരി ക്ലോസ് ടു ദ ത്രോൺ. രാജാവിന്റെ സിംഹാസനത്തിന് ഏറ്റവും അടുത്ത് തന്നെ ഒരു റോയൽ പൊസിഷൻ ആർക്ക് നൽകി? യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് നൽകി. ഇനി അമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമീന യമനു, വിശ്വസിച്ചു എന്നർത്ഥമുണ്ട് അല്ലെ. ആമന ഒരു ട്രസ്റ്റ് വർത്തിക്ക് സാധാരണ പറയുന്ന പേരാണ് അമീൻ അല്ലെ. ചിലപ്പോഴൊക്കെ ഫഈൽ വസിനാണത്, അതായത് ഫഅലയുടെ ഫഈൽ വസിൻ. ചിലപ്പോഴൊക്കെ ഫഈൽ വസിൻ ഉപയോഗിക്കുമ്പോൾ അത് മഫ്ഊലിന്റെ മീനിങ്ങിൽ വരും. ഉദാഹരണത്തിന് ഖത്തീൽ എന്ന് പറഞ്ഞാല് ഖത്തല അല്ലെ, ഖത്തലയുടെ ഫഈൽ വസിനാണ് ഖത്തീൽ. ഖത്തീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊല്ലപ്പെട്ടവൻ. അതിന്റെ അർത്ഥം ശരിക്കും മഖ്തൂൽ എന്നാണ്. ഷരീഫ് മുഷറഫ് എന്നർത്ഥം. എന്ന് പറഞ്ഞാല് ബഹുമാനിക്കപ്പെട്ടവൻ, ബഹുമാനിക്കുന്നവൻ എന്നല്ല അർത്ഥം. ഷരീഫിന്റെ അർത്ഥം ബഹുമാനിക്കപ്പെടുന്നവൻ, ആദരിക്കപ്പെടുന്നവൻ എന്നാണ്. കരീം മുക്കറം എന്നർത്ഥം. മുക്കറം എന്ന് പറഞ്ഞാൽ ഫഈൽ വസിനിൽ വരുന്ന ചില വാക്കുകൾക്ക് അതിന്റെ മഫ്ഊലിന്റെ മീനിങ് വരും. അതുപോലത്തെ ഒരു വാക്കാണ് അമീൻ. താങ്കൾ വിശ്വസിക്കുന്ന ആളാണെന്നല്ല, മറിച്ച് വിശ്വസിക്കപ്പെടുന്ന ആളാണ്. യു ആർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് വർത്തി എന്നർത്ഥം. മനസ്സിലായോ? അപ്പോ ഒരർത്ഥത്തിൽ രാജാവ് യൂസുഫ് അലൈഹി ഇസ്ലാമയെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ രണ്ട് പദങ്ങൾ, മക്കീനും അമീനും. മക്കീൻ എന്ന് പറയുന്നത് ഒരു വലിയ ഹൈ ലെവൽ അഡ്വൈസറി പൊസിഷൻ ആണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ടെമ്പററി പൊസിഷൻ അല്ല, മറിച്ച് പെർമനന്റ് ആയിട്ട് പൂർണ്ണമായും എംപവർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അഡ്വൈസറി പൊസിഷനാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ മക്കനക്ക് വേറൊരു മീനിങ് ഉണ്ട്. താങ്കൾ ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉള്ള ആളാണ്. തമക്കന എന്ന് പറയുമ്പോൾ അതാണ്. ഇംകാനിയാത്ത് എന്ന് അറബി പറയും. ഇംകാനിയാത്ത് എന്ന് പറഞ്ഞ അർത്ഥം പൊട്ടൻഷ്യൽസ് എന്നാണ്. അതായത് ഒരുപാട് കഴിവുള്ള ചില കുട്ടികളുണ്ടല്ലോ വിദ്യാഭ്യാസത്തിലൊക്കെ
അതുപോലെ അവരുടെ പിന്നെ എക്സ്പ്രഷൻസിൽ, അവരുടെ ഇന്റലിജൻസിലൊക്കെ ഒരുപാട് ഹൈ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയില്ലേ, ഹൈ പൊട്ടൻഷ്യൽ. ആ അർത്ഥത്തിൽ ഇംഖാനിയാത്ത് എന്ന് പറയും. ഇന്ദഹു ഇംഖാനിയാത്ത് കസീറ, അതീത എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഹി ഹാസ് എ ഹൈ പൊട്ടൻഷ്യൽ എന്നർത്ഥം. അപ്പോൾ രണ്ടർത്ഥത്തിലും താങ്കൾക്കൊരു നല്ല സ്ഥാനം നൽകി, ഒരു നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള അഡ്വൈസറി പൊസിഷൻ ഞാൻ നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, താങ്കൾ ധാരാളമായിട്ട് ഒരുപാട് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ കൂടിയാണ് എന്നൊരർത്ഥമുണ്ട്. രണ്ടാമത്തത് പിന്നെന്താ, പിന്നെ ഇതുണ്ടല്ലോ, അമീൻ. അമീൻ എന്ന് പറയുമ്പോൾ ഒരു താങ്കൾ ഒരു പൂർണ്ണമായും വിശ്വസിക്കപ്പെടുന്ന എന്ത് ജോലിയും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ താങ്കൾക്ക് അങ്ങനത്തെ ഒരു പൊസിഷൻ ഞാൻ നൽകിയിരിക്കുന്നു എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ ഇദ്ദേഹത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട്, ഈ രാജാവിന്റെ വാചകം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മക്കീനുൻ അമീൻ എന്ന അറബിയിൽ പറയുന്നതിനകത്ത്. അപ്പൊ രാജാവ് അത് പറയാണ്, വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം. യു ഹാവ് ബിൻ കംപ്ലീറ്റ്ലി ഇൻട്രസ്റ്റഡ് ലൈക്ക് എ വൈസ് പ്രസിഡന്റ് ഒരു ഡെപ്യൂട്ടി കിങ് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രൗൺ പ്രിൻസ് എന്നൊക്കെ അർത്ഥത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമയെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇനി അപ്പോ സ്വാഭാവികമായിട്ട് അടുത്ത വാചകത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നത് കാല, അദ്ദേഹം പറഞ്ഞു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, എനിക്ക് ഈ രാജ്യത്തിന്റെ മുഴുവൻ ട്രഷറിയും എന്നെ ഏൽപ്പിച്ച് തരിക, അല്ലെങ്കിൽ അതിന്റെ കൈകാര്യകർത്താവായിട്ട് എന്നെ നിയമിക്കുക. ഇന്നി ഹഫീദുൻ അലീം, അതും ഒരുപാട് മീനിങ് ഉള്ളതാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു പൊസിഷൻ, രാജാവിന്റെ ഒരു ഹൈ അഡ്വൈസറി പൊസിഷൻ കിട്ടിയാൽ സാധാരണഗതിയിൽ പിന്നെ യൂസുഫ് അലൈഹി സ്വലാമിക്ക് ഒന്നും ചെയ്യേണ്ടതില്ല, അല്ലെ? സാധാരണഗതിയിൽ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം എന്താ, നല്ലൊരു പൊസിഷൻ കിട്ടി. ഇതുവരെ ജയിലിലായിരുന്നു, ജയിലില് റോങ്ലി അക്യൂസ്ഡ് ആയിട്ട് ജയിലിൽ പോയ ഒരാള് രാജാവിന്റെ അടുത്ത് നല്ലൊരു പൊസിഷൻ കിട്ടിയാൽ ഓക്കെ, ഐ ആം സാറ്റിസ്ഫൈഡ്. പിന്നെ എന്തൊക്കെ ജോലി ഉണ്ടാവും അദ്ദേഹത്തിന്? സ്വാഭാവികമായിട്ട് രാജാവ് ഇതുപോലെ ഇടക്കിടക്ക് വല്ല സ്വപ്നവും കാണും, അതിനൊന്ന് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഒരു ഉപദേശം തേടും, ആ ഉപദേശം കൊടുക്കുക. അങ്ങനെ ഒരു അഡ്വൈസറി പൊസിഷൻ ആണത്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. അങ്ങനെ ഒരു സെറിമോണിയൽ പൊസിഷൻ എനിക്ക് വേണ്ട. മറിച്ച് യൂസുഫ് അലൈഹി സ്വലാം ഈ വാചകത്തിലൂടെ പറയുന്ന ഐ മീൻ ബിസിനസ്, ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ദിസ് കൺട്രി ടു ബി റൂയിൻഡ്, ടു ബി ഡിസ്ട്രോയിഡ്. ഈ രാജ്യം, ഈ ദേശം, ഇത് നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ്. ഇപ്പൊ സാധാരണ ഇതിൽ പ്രവാചകന്മാരെ കുറിച്ചുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താ? അവര് വെറും ദീനി പ്രബോധനം, അല്ലെ, ഇസ്ലാമിക പ്രബോധനം, കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങൾ പറയാം, ആത്മീയമായ കാര്യങ്ങൾ പറയാം, അതിനെക്കുറിച്ച് ആളുകളോട് പ്രചരിപ്പിക്കുക. അപ്പൊ രാജാവിനോട് ഈ സന്ദർഭത്തിൽ ഒന്നും യൂസുഫ് അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചോ, ഇതേ ഖൗമിനെ കുറിച്ച് യൂസുഫ് അലൈഹി സ്വലാം നേരത്തെ പറഞ്ഞെന്താ, ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി, പിന്നെന്താ പറയ്, പൂർത്തീകരിക്കും. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അഹ്സൻതി. അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, പരലോകത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെന്ന് പറഞ്ഞ അതേ രാജാവിന്റെ മുമ്പിൽ വെച്ച് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത് എന്താ? രാജാവ് അദ്ദേഹത്തെ തൊട്ടടുത്ത് കിട്ടിയ സന്ദർഭത്തിൽ, വാസ്തവത്തിൽ നമ്മളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിചാരിക്കാം നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തൂല എന്നുള്ളതല്ല വിഷയം. പക്ഷെ നമ്മൾ വിശ്വസിക്കുക, യൂസുഫ് അലൈഹി സ്വലാം ഈ സമയത്ത് പറയേണ്ടത് എന്താ രാജാവിനോട്? രാജാവെ, നിങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെ? നിങ്ങൾ ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, അന്ത്യദിനത്തെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കൂ. അതൊന്നും പറയാതെ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത് എന്താ? ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, ഈ രാജ്യത്തിന്റെ ഖജനാവ് എനിക്ക് ഏൽപ്പിച്ചു തരൂ. അതിന്റെ അർത്ഥം മറ്റതൊന്നും യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നീട്, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞ സംഗതി എന്താ? അതാണ് നമുക്ക് പ്രധാനം. അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞ സംഗതി എന്താ? ആ പറഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹു പറയുന്നത്, യൂസുഫ് അലൈഹി സ്വലാം രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തിന്റെ ഖജനാവുകൾ ഏൽപ്പിച്ചു തരിക. ട്രഷറി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? രാജാവിന്റെ ഫൈനാൻസ് വരും, രാജാവിന്റെ ഫാം ലാൻഡ്സ് വരും, ആ രാജ്യത്തിലെ കൃഷിസ്ഥലങ്ങൾ വരും, അതിന്റെ ഹാർവസ്റ്റ് വരും, അതിന്റെ പിന്നെ വിതരണം വരും, റേഷൻ സംവിധാനം വരും, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ വരും, ഒക്കെ വരും. ഗോഡൌൺസ്, വെയർ ഹൗസ് ഒക്കെ വരും, അല്ലെ? അതാണ് ഖസാഇൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ രാജ്യത്ത് വരുമാനം ലഭിക്കുന്ന എന്തൊക്കെ സ്രോതസ്സുണ്ടോ
ട്രേഡ് വരും, ഇമ്പോർട്ട് വരും, എക്സ്പോർട്ട് വരും. ഇതെല്ലാം ഇതിന്റെ അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇജാലിനി അല ഖസീനത്ത് എന്ന് പറഞ്ഞാൽ മതി. ഫൈനാൻസ് മാത്രമാണെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലെ. ഖസീനത്ത്, ഖസായിനിന്റെ മുഫ്രദാണ് എന്ത്? ഖസീനത്ത്. അത് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാതെ ഖസായിന്, രാജ്യത്തിന്റെ മുഴുവൻ ട്രഷറിയും, എവിടെയൊക്കെ വരുമാനം ഉണ്ടോ ആ വരുമാനത്തിന്റെ മൊത്തം സ്രോതസ്സുകളും അതിന്റെ മൊത്തം സ്ഥലങ്ങളും എനിക്ക് ഏൽപ്പിച്ചു തരിക. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഇതാണ് യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ, ഞാൻ മുമ്പും അത് പറഞ്ഞു, മുമ്പും അത് സൂചിപ്പിച്ചു. അതായത് നമ്മളൊരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് ഒരു യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ സത്യവിശ്വാസി നിലകൊള്ളുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ, ആ രാജ്യം അഭിമുഖീകരിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ നമുക്ക് ഒരു പിടിപാടുണ്ടാകണം. എന്നിട്ട് അതിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നത് നമ്മൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കണം. അതും കൂടി എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ദഅവയുടെ ഭാഗമാണ്. അല്ല ഞങ്ങള് ഇസ്ലാമിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, ബാക്കി ഒന്നും നമ്മുടെ വിഷയമല്ല. പൊളിറ്റിക്സ് നമ്മുടെ വിഷയമല്ല, ഇക്കണോമിക്സ് നമ്മുടെ വിഷയമല്ല, മറ്റ് കൾച്ചർ നമ്മുടെ വിഷയമല്ല, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ഞങ്ങള് അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, ഇത് മാത്രമേ പറയുള്ളൂ എന്നതല്ല ഒരു വിശ്വാസിയുടെ പ്രശ്നം. ഇപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു നോക്കൂ. മദീനയിൽ ചെന്ന ഉടനെ ആദ്യം പ്രവാചകൻ ചെയ്തെന്താ? വേണ്ട, മക്കയിൽ തുടങ്ങാം, നമുക്ക് മക്കയിൽ തുടങ്ങാം. മക്കയിൽ വെച്ച് അവതരിച്ച ആയത്തുകളിൽ പെട്ടതാണ് എന്ത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ദീനിനെ കളവാക്കുന്നവനെ താങ്കൾ കണ്ടുവോ? അവൻ അനാഥയെ തള്ളിയകറ്റുന്നവനാണ്. അനാഥ സംരക്ഷണം, അത് ഒരർത്ഥത്തിൽ എന്താണ് അനാഥ സംരക്ഷണം എന്ന് പറയുന്നത്? ഒരു പൊളിറ്റിക്കൽ മാറ്റർ അല്ലേ? ആലോചിച്ച് നോക്ക് ശരിക്ക്, കൃത്യമായി ആലോചിച്ചാൽ അതൊരു കാരണം ഒരു രാജ്യത്തെ പാവപ്പെട്ടവരായ അശരണരായ മനുഷ്യരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് അള്ളാഹ് പറയാണ്, അത് ദീനിനെ കളവാക്കുന്നതിന് തുല്യമാണ്. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും, കാരണം യുദ്ധം മുഖേന ഒരുപാട് കുട്ടികൾ അനാഥരാകും. വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നാശം. അല്ലദീനഹും ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഫ്സിറൂൻ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നാശം. അവര് ജനങ്ങളുടെ അടുത്ത് നിന്ന് അളന്നെടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് അളന്നെടുക്കുന്നു, പക്ഷെ അവർക്ക് തിരിച്ച് അളന്നു കൊടുക്കുമ്പോൾ യുഫ്സിറൂൻ, അവർ അതിൽ കുറവ് വരുത്തുന്നു, അവർക്ക് നാശം. വൈലുല്ലിൽ മുസല്ലീൻ പറഞ്ഞ അതേ പദം പ്രയോഗിച്ചിട്ട് വൈലുല്ലിൽ മുത്തഫിഫീൻ പറഞ്ഞു. മദീനയിൽ ചെന്നിട്ട് നബി എന്താ ചെയ്തത് എന്ന് മാത്രമല്ല, മക്കയിലെ ആളുകൾ പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞെന്താ? താങ്കൾ ഈ ദീനി പ്രബോധനത്തിൽ നിന്ന് മാറി നിന്നാലേ താങ്കൾക്ക് ഞങ്ങൾ എല്ലാം തരാം, സമ്പത്ത് തരാം, ഒക്കെ തരാം. വെറും ഒരു അള്ളാഹുലേക്ക് ക്ഷണിച്ചത് കൊണ്ട് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ വാചകം പറഞ്ഞത് കൊണ്ട് ഇത്രയും ഭീകരമായ അവർക്കത് തോന്നിയത് എന്തുകൊണ്ടാ? ഈ ദീൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥയുടെ മാറ്റമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വ്യവസ്ഥയുടെ മാറ്റം. അതാണ് മദീനയിൽ ചെന്നിട്ട് നബി കാണിച്ചു കൊടുത്തത്. മദീനയിൽ ചെന്നിട്ട് ആദ്യം ചെയ്തെന്താ? അവിടുത്തെ ജൂതന്മാര്, അവിടുത്തെ മുശ്രിക്കുകള്, അവിടുത്തെ നിലവിലുള്ള അൻസാറുകള്, അവരൊക്കെ ആയിട്ട് ഒരു കരാർ ഉണ്ടാക്കണം. ആ കരാറിന്റെ അടിസ്ഥാനം എന്താ? നമ്മള് സൗഹാർദ്ദത്തിൽ വസിക്കണം, സഹവസിക്കണം. ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നമ്മൾ പരസ്പരം ആക്രമിക്കില്ല, പരസ്പരം കച്ചവടം ചെയ്യുമ്പോൾ സത്യസന്ധത പാലിക്കും, പരസ്പരം ബഹുമാനിക്കും, നമ്മൾ ആദരവ് പുലർത്തും. ഒരു സൊസൈറ്റിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് എന്തൊക്കെ വേണോ അതാണ് മദീനയിൽ ചെന്നിട്ട് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. വാട്ട് ഡസ് ദാറ്റ് മീൻ ഫോർ യു ആൻഡ് മീ? നമുക്കത് എന്താ മീൻ? നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പൗരന്മാരാണെങ്കിൽ, ആ രാജ്യത്തിലെ സർവ്വജനങ്ങളുടെയും സുരക്ഷ, സർവ്വജനങ്ങളുടെയും പുരോഗതി, സർവ്വജനങ്ങളുടെയും പരസ്പരമുള്ള സ്നേഹ ബഹുമാനങ്ങൾ, ഒരു സമാധാനത്തിലും നിർഭയത്വത്തിലും അവർക്ക് സഹവസിക്കാനുള്ള രീതി. സൂറത്ത് ഖുറൈശിൽ നോക്കൂ, ഇലാഫി ഖുറൈശിൻ, എന്താണ് ഇലാഫി ഖുറൈശിൻ, ആയത്തോത് പെട്ടെന്ന് എനിക്ക് ഇലാഫിഹിം ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ബൈത്തിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം? അല്ലദീ അത്അമഹും മിൻ ജൂ', നിങ്ങൾക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകി,
ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകി. അള്ളാഹുവിന്റെ ഏറ്റവും എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം നൽകി, നിങ്ങൾക്ക് നിർഭയത്വം നൽകി. ഭക്ഷണം, നിർഭയത്വം. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം ഭക്ഷണത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ രാജ്യത്തെ ജനങ്ങളുടെ വിശപ്പടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വലിയ ക്ഷാമം അവർക്ക് നേരിടാൻ പോകുന്നു. ആ ക്ഷാമത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ആ ഖജനാവ് ഏൽപ്പിച്ചു തരാനാണ് പറയുന്നത്. സോ ദ പോയിന്റ് ഈസ്, നമ്മൾ ഏത് സമൂഹത്തിലാവട്ടെ, അവിടുത്തെ എല്ലാ പ്രശ്നവും, ഒരാൾക്ക് എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കഴിവുള്ള വിഷയങ്ങളിൽ, നമുക്ക് പാഷനേറ്റ് ഉള്ള, നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ രാജ്യത്തിന്, സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യാൻ പറ്റും എന്നതൊരു സത്യവിശ്വാസിയുടെ പ്രൈം കൺസേൺ ആയിരിക്കണം. പ്രിയോറിറ്റിയിൽ നമ്പർ 1 പ്രിയോറിറ്റി ആയിരിക്കണം. അതോടൊപ്പം, അല്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ്. അങ്ങനെയാണ് കേട്ടോ അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വിശ്വാസമൊന്നും വേണ്ടാതെ മറ്റത് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. നമ്മൾ വലിയ ഒരു പിന്നെ സയന്റിസ്റ്റ് ആയി, ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റോ ഒരു എക്കോണമിസ്റ്റോ ഒക്കെ ആയി. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ വിശ്വാസമൊന്നുമില്ല, ഈമാനോ തൗഹീദോ ഒന്നുമില്ല. അതില്ലാതെ അതുണ്ടായിട്ട് കാര്യമില്ല. ഈമാനും തൗഹീദും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ജീവൽ പ്രശ്നങ്ങളിൽ, അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്ന, അതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന, എന്നിട്ട് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ സമൂഹത്തിൽ ജീവിക്കാനുള്ള അർഹത ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതില്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ ലോകത്തെ തന്നെ എടുത്തു നോക്കൂ. എന്തുകൊണ്ടാണ് എത്രയോ മുസ്ലിങ്ങൾ കെഞ്ചുകയാണ് അല്ലെ? എല്ലാ മുസ്ലിം രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളോട് കെഞ്ചുകയാണ്, നിങ്ങൾ ഒന്ന് നിർത്തിത്തരൂ ഗസയിലെ യുദ്ധം. ഇസ്രായേലിനോടും അമേരിക്കയോടും കെഞ്ചുകയാണ് നമ്മള്. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ. വൈ? നമ്മൾ എന്തുകൊണ്ട് ഇത്ര നിസ്സഹായരായി പോകുന്നു? വൈ വി ആർ സോ ഹെൽപ്ലെസ്? മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ആ ഗസയിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു അല്പം ഭക്ഷണം കൊടുക്കാൻ പോലും ഇത്രയധികം പണമുള്ള, ഇത്രയധികം കപ്പാസിറ്റി ഉള്ള മുസ്ലിം രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബിക്കോസ് വി ആർ വോയിസ്ലെസ്. നമുക്ക് ഈ പറഞ്ഞ ഒരു തംകീൻ ഇല്ലാണ്ടായി പോയി, ഒരു പൊട്ടൻഷ്യൽ ഇല്ലാണ്ടായി പോയി. രാജ്യത്തെ, ലോകത്തെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ശക്തി അല്ലാതായി നമ്മൾ മാറിപ്പോയി. ഞാൻ 2 ആഴ്ച മുമ്പ് അയച്ച ഖുത്ബ ജുമാ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ, വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ. അല്ലാഹു വിശ്വാസികളോട് പറയാണ്, വഅഇദ്ദൂ ലഹും, നിങ്ങൾ അവർക്ക് വേണ്ടി സംഭരിക്കണം, മസ്തതഅതും മിൻ ഖുവ്വത്തിൻ, ഒരു ഖുവ്വത്ത് സംഭരിക്കണം. പവർ ഉണ്ടാവണം നമുക്ക്. മുസ്ലിം സമൂഹത്തിന് പവർ ഉണ്ടാവണമെങ്കിൽ വെറും പണം ഉണ്ടായിട്ട് കാര്യമില്ല. വെറും കുറെ 56 രാജ്യങ്ങളുണ്ടല്ലേ മുസ്ലിം രാജ്യങ്ങൾ. ലോകത്തുള്ള 200 ചില്ലാൻ രാജ്യങ്ങളിൽ 56 രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. പക്ഷെ ഈ 56 രാജ്യങ്ങളെ മാനിക്കാതെ ഇത്രയധികം ഫലസ്തീനിൽ ക്രൂരത നടത്തുന്നു, ഒരു വംശഹത്യ നടത്തുന്നു ഒരു രാഷ്ട്രം. അവർക്ക് പാശ്ചാത്യ മേധാവിത്വ ശക്തികളൊക്കെ പിന്തുണ നൽകുന്നു. നമ്മളിങ്ങനെ കെഞ്ചാണ്. ആരോട്? അമേരിക്കയോട് കെഞ്ചുന്നു, യുണൈറ്റഡ് നേഷനോട് കെഞ്ചുന്നു, ഒന്ന് നിർത്തിത്തരോ എന്ന് ചോദിക്കുന്നു, കുറച്ച് ഭക്ഷണം ഞങ്ങൾ കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ ആരും നമ്മളെ വില വെക്കുന്നില്ല. അതിന്റെ അർത്ഥം നമ്മളുടെ ആ പവർ നമുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായിട്ട് വേണ്ടത് ആ പവർ നേടിയെടുക്കാനുള്ള എന്തെല്ലാം ഈ ലോകത്ത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ എത്രയോ പിന്നിലാണ് അല്ലെ? നമുക്കറിയാം ഇപ്പൊ അത്. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് മുസ്ലിം സമൂഹം എന്ന് മനസ്സിലാക്കണോ, അപ്പോഴാണ് ഇന്നക്കൽ യൗമ ലദൈന മക്കീനുൻ അമീൻ എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിയെ കുറിച്ച് ആ രാജാവ് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നമ്മളിൽ ഓരോ രാജ്യത്തും എത്തുള്ളൂ, ലോകാടിസ്ഥാനത്തിൽ തന്നെ എത്തുള്ളൂ. അതാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പാഠം. എന്നിട്ട് യൂസുഫ് അലൈഹി സ്വലാം അതിന്റെ ന്യായം പറയുന്ന നോക്കൂ. കാല ജഅൽനി അലാ ഖസാഇനിൽ അർള്, ഈ രാജ്യത്തിന്റെ ഖജനാവുകൾ, അർള് എന്ന് അവിടെ ഉദ്ദേശിച്ചത് മൊത്തം ഭൂമിയുടെ, കാരണം ആ രാജ്യത്തിന്റെ ഭൂമിയാണ് ഉദ്ദേശിച്ചത് കേട്ടാ അവിടെ. ഇന്നി ഹഫീദുൻ അലീം, 2 കാര്യമാണ് പറഞ്ഞത്. ഇന്നി ഹഫീദ്, ഒന്ന്, ഞാൻ അതിനെ കൃത്യമായി സേഫ് ഗാർഡ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ഈ ഖസീനത്തിനെ, ഈ ഖജനാവിനെ വളരെ സൂക്ഷ്മമായി, ഹിഫ്ള് അതാണല്ലോ, ഹഫീല എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു. ഖുർആൻ നമ്മുടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അതിനെ ഹിഫ്ള് ചെയ്യുക എന്ന് പറയുന്നത്. ഹാഫിൽ അങ്ങനെയുള്ള ആളാണ്. അതിൽ നിന്നാണ് ആ പദം ഹഫീൽ. ഹഫീൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫഈൽ വസനാണ്, ഏറ്റവും ടോപ്പ് അല്ലെ, ഒരു ഇസ്മു തഫ്ലീൽ വസനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ അർത്ഥത്തിലും അതിനെ സൂക്ഷിക്കുന്നവരാണ്. അലീം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ട്.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ വിഷയത്തിൽ നോളജ്, അറിവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമുക്ക് ഇല്ലാതെ പോയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഒരു പിന്നെ ബോസ്നിയൻ ബോസ്നിയയുടെ സ്വതന്ത്ര ബോസ്നിയയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള അലീജ ഇസ്സറ്റ് ബെഗോവിച്ച് കേട്ടിട്ടുണ്ടോ? അലീജ ഇസ്സറ്റ് ബെഗോവിച്ചിനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് മലയാളത്തിൽ, ഇസ്ലാം രാജമാർഗം. ഇസ്ലാം രാജമാർഗം. പിന്നെ വേറൊരു പുസ്തകമുണ്ട്, നവോത്ഥാന ചിന്തകൾ. മലയാളത്തിൽ രണ്ടും ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് വായിക്കണം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മുസ്ലിങ്ങള് 3 കാര്യങ്ങൾ, അള്ളാഹു നമ്മളോട് 3 കാര്യങ്ങൾ കൽപ്പിച്ചു. പക്ഷെ ആ 3 കാര്യത്തിലും നമ്മൾ വീഴ്ച വരുത്തിയതാണ് ഇന്നത്തെ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, സമയം. സമയത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തൊരു മതം വേറെയില്ല. ഒന്ന് നോക്കൂ, നമ്മുടെ നമസ്കാരം എങ്ങനെയാ? നമസ്കാരം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിങ്ങൾക്ക് നമസ്കാരം കൃത്യസമയം നിശ്ചയിച്ചതാണ്. ആ സമയത്ത് പള്ളിയിലെത്തുക അല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിക്കുക. അത് കൃത്യമാണ്. സമയത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തു. എല്ലാം വളരെ ടൈം ബൗണ്ടാണ്. പക്ഷേ നമ്മൾ സമയത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അദ്ദേഹം അതിനൊരു ഉദാഹരണം പറഞ്ഞത്, മുസ്ലിങ്ങളുടെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, OIC എന്ന് പറഞ്ഞിട്ട്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ്. അതിന്റെ ഒരു മീറ്റിംഗ് ഒരിക്കൽ തുടങ്ങിയത് 9 മണിക്കൂർ വൈകിയാണെന്ന് പറഞ്ഞു. മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ ഒരു മീറ്റിംഗ് ഒരിക്കൽ തുടങ്ങിയത് 9 മണിക്കൂർ വൈകിയാണ്. നമ്മൾ അത്രയൊന്നും പോകാറില്ലെങ്കിലും നമ്മളും പലപ്പോഴും ഒരു ടൈം പറഞ്ഞാൽ 10 മണി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എപ്പോഴാ 10:30. 7 മണി നമ്മൾ ഇവിടെ ക്ലാസ് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് തുടങ്ങണം എപ്പോഴാ? ഒരു അരമണിക്കൂർ, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇതാവും. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ലേറ്റ് ആയിട്ട് എത്തുന്ന ആളുകളാണ്. അതെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും ഇപ്പൊ അത്രയൊക്കെ സമയത്ത് എത്തുള്ളൂ എന്ന് നമ്മൾ അങ്ങനെയാണ് വിചാരിക്കും. നിസ്കാരത്തിന് അങ്ങനെ എത്താൻ പറ്റൂല. കാരണം അവിടെ ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിരിക്കും, അല്ലെ? അപ്പൊ അതുപോലെ എല്ലാ പരിപാടിയും അതുപോലെ അങ്ങനെ നടത്തണം. കറക്റ്റ് ടൈമിന് അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ആളുകളുടെ ധാരണ അങ്ങ് മാറിക്കോളും. അതെ, അങ്ങനെ എല്ലാവർക്കും ഒരു ധാരണയാണ്. അതെ, ആ ഒരു ടൈമിന് അത് സാരമില്ല, അത് കുറച്ച് ലേറ്റ് ആയിട്ടേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലേറ്റ് ആയിട്ട് പോകുന്നത്. അതെ, അങ്ങനത്തെ ഒരു പ്രശ്നം, അതായത് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇത് സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച യൂറോപ്പിലായിരുന്നു. ഇറ്റലി ഒന്ന് കറങ്ങാൻ പോയതാണ്. അപ്പോ അവിടെ ട്രെയിൻ വളരെ കറക്റ്റാണ്. ഒരു ട്രെയിൻ ക്യാൻസലായി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണല്ലോ. പക്ഷെ 7:35 എന്ന് പറഞ്ഞാൽ 7:35 അത് പുറപ്പെട്ടിരിക്കും. പുറപ്പെടുക മാത്രമല്ല, 8:50 വേറൊരു സ്റ്റേഷനിൽ എത്തും എന്ന് പറഞ്ഞാൽ 8:50 തന്നെ എത്തിയിരിക്കും. അപ്പൊ എന്താണ്? അപ്പൊ നമ്മളിപ്പോ അവിടെ ഒരു ട്രെയിൻ വൈകി. അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊരു കഥയുണ്ട്. ഒരിക്കൽ പരപ്പനങ്ങാടിയാണ്, അതൊരു സ്റ്റേഷനിൽ ഒരാള് നോക്കുമ്പോൾ 11:30 ഒരു എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്, രാവിലെ 11:30. അപ്പൊ അയാൾ അത്ഭുതപ്പെട്ടു, ഇതെന്താ ഈ ട്രെയിൻ ഇത്ര സമയത്ത് കറക്റ്റ് 11:30 എത്തിയിരിക്കണ? അപ്പൊ അതിന്റെ അവിടെ കണ്ടുന്ന ഒരാൾ പറഞ്ഞു, അത് ഇന്നലെ 11:30 വരേണ്ട ട്രെയിനാണെന്ന്. ഇന്നലെ 11:30 വരേണ്ടതാണ്, ഇന്ന് 11:30 എത്തി. അപ്പൊ അത്രത്തോളം നമ്മുടെയൊക്കെ ട്രെയിനിന്റെ ഷെഡ്യൂള്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ആ മേഖലയിലേക്ക് എത്താൻ ഒരു കാരണം ഈ ടൈമാണ്. ടൈമിനോടുള്ള അവരുടെ ബഹുമാനം. ഇത് നമ്മൾ എന്ന് ശീലിക്കുന്നോ അന്ന് നമുക്ക് ലോകത്തിന്റെ നേതൃത്വത്തിൽ എത്താൻ പറ്റും എന്ന് മാത്രം. അത് മാത്രം പോരാ, അത് വേറെ വിഷയം. ഓക്കെ, രണ്ടാമത്തെ സംഗതി അദ്ദേഹം പറഞ്ഞത്, ഈ അലീജ ഇസ്സത്ത് ബെഗോവിച്ച് പറഞ്ഞത്, വൃത്തിനെ കുറിച്ച്. അത്തഹൂറു ശത്രുൽ ഈമാൻ, അല്ലെ? വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച ഒരു മതം. പക്ഷെ അദ്ദേഹം പറയണ്, ഒരു സിറ്റിയുടെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ലമ്മിൽ പോയി നോക്കുക, അവിടെ അധികം മുസ്ലിങ്ങളായിരിക്കും. സാമാന്യവൽക്കരിക്കല്ല, പക്ഷെ മിക്കവാറും അങ്ങനെ ഉണ്ട് അവസ്ഥ. ഉണ്ടോ? കാണാൻ പറ്റും മിക്കവാറും. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുന്നതിന് ഇത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരംഭിച്ച ഒരു മതം. ഈ മതത്തിന്റെ വായനയുടെ അവസ്ഥ എന്താ? നോളജിന്റെ അവസ്ഥ എന്താ? അദ്ദേഹം പറയാണ്, ലോകത്തില് 100 യൂണിവേഴ്സിറ്റികൾ, ടോപ്പ് യൂണിവേഴ്സിറ്റികൾ 100 100 500 എടുത്താൽ പോലും 500 പോലും ഒറ്റ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇല്ല. ഇസ്രായേലിലെ 7 യൂണിവേഴ്സിറ്റി ഈ 500 ആദ്യത്തെ 100 ഇസ്രായേലിലെ
7 യൂണിവേഴ്സിറ്റികൾ. അറബ് രാജ്യത്ത് ഇത്രയും 56 രാജ്യങ്ങളുള്ള മുസ്ലിം രാജ്യങ്ങളിലെ ഒറ്റ യൂണിവേഴ്സിറ്റി പോലും ആദ്യത്തെ 100-ലോ 500-ലോ ഇല്ല. മൊത്തം അറബ് മുസ്ലിം രാജ്യങ്ങളിലെ എല്ലാ ലൈബ്രറികളും ചേർത്ത് വെച്ചാലും അമേരിക്കയിലെ ഒരു സർവകലാശാലയുടെ ലൈബ്രറിയുടെ അത്ര പോലും നമ്മൾ എത്തൂല. അപ്പൊ നമ്മൾ പിന്നോക്കം പോയതിന് കാരണം നമ്മൾ വേറെ എവിടെ അന്വേഷിക്കേണ്ടതില്ല. ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴാണ് കുറച്ചൊക്കെ ബോധം ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ അടുത്തൊരു ജനറേഷൻ എങ്കിലും, അല്ലെങ്കിൽ അതിന്റെ അടുത്തൊരു ജനറേഷൻ എങ്കിലും നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ബോധം ഉണ്ടാവുള്ളൂ. ഇതിപ്പോ എന്തുകൊണ്ട് ഞാൻ ഇത്ര വിശദമായി ഈ ആയത്ത് പറയുമ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, യൂസുഫ് അലൈഹിസ്സലാം രാജാവിനോട് പറയണേ, ഈ ഖജനാവ് എന്നെ ഏൽപ്പിച്ചു തരൂ. എന്നെ ഏൽപ്പിക്കുന്നത് വെറുതെ ആവില്ല, കാരണം ഐ ആം ക്വാളിഫൈഡ്, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. ആൻഡ് ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ യോഗ്യതയുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിന് കൊടുത്ത ടൈറ്റിൽ അതാണ്, യോഗ്യത, ആത്മവിശ്വാസം. ഇത് രണ്ടുമാണ് നമുക്കുള്ളത്. നമുക്ക് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതായത് ആ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ വിചാരിക്കുക നമ്മൾ ഇതിനൊന്നും കഴിവില്ല, ഇതൊന്നും ചോദിച്ചു വാങ്ങാൻ പാടില്ല, അല്ലെ? അധികാരമൊന്നും ചോദിച്ചു വാങ്ങാൻ പാടില്ല, അതിങ്ങനെ കിട്ടണം നമുക്ക്. നമ്മൾ വളരെ വിനയം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആ ഒരു വശം എന്ന് പറഞ്ഞാൽ ഒരു റുക്കുവിൽ നടക്കുന്ന പോലെ നമ്മൾ നടക്കാവുള്ളൂ. ഉമർ റളിയല്ലാഹു അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക, വളരെ വിനയാന്യതനായിട്ട് കൂനിക്കൂടി നടക്കണണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വടി വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കുത്തു കൊടുത്തു ഈ മനുഷ്യനെ. എന്നിട്ട് പറഞ്ഞു, നേരെ നടക്കാൻ പറഞ്ഞു. അള്ളാഹു നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നേരെ നടക്കാൻ പറഞ്ഞു. ഇതിന്റെ അർത്ഥം നമ്മൾ അരോഗൻസ് ആവരുത്, അഹങ്കാരത്തിലേക്ക് പോകരുത്. അപ്പൊ അഹങ്കാരത്തിന്റെയും അരോഗൻസിന്റെയും ഹ്യൂമിലിറ്റിയുടെയും കംപ്ലീറ്റ് ആരോഗൻസിന്റെയും ടോട്ടൽ ആരോഗൻസിന്റെയും ഇടയിൽ ഒരു അവസ്ഥയുണ്ട്. അതിനാണ് എന്ത് പറയാ, കോൺഫിഡൻസ് എന്ന് പറയാം. ഐ ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് ഐ ആം നോളജബിൾ. എനിക്കിത് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ ഓഫീസിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ ഒരു പൊസിഷൻ, ഒരു സംഗതി ചെയ്യാൻ നമുക്ക് യോഗ്യതയുണ്ട് എന്ന് വന്നാൽ, അതിനുള്ള കഴിവ് നമുക്കുണ്ടെന്ന് വന്നാൽ, അതിനുള്ള നോളജ് നമുക്കുണ്ടെന്ന് വന്നാൽ, അത് ചോദിച്ച് മേടിക്കുന്നതിൽ, ആ പൊസിഷൻ ചോദിച്ചു വാങ്ങിക്കുന്നതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ടതില്ല. ബിക്കോസ് ദാറ്റ് ഷോസ് യുവർ കോൺഫിഡൻസ്. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ കാണിക്കുന്നു. ആ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെപ്പോഴും വിനയാന്യതനായി, വളരെ പാവപ്പെട്ടവനായി, എനിക്കിതിനൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ അള്ളാഹുവിന്റെ ഒരു വർത്തലെസ് സ്ലേവ്, ഒരു പാവപ്പെട്ട അടിമയാണ് എന്ന അർത്ഥത്തിൽ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായിട്ട് അങ്ങനെ ഒരു വല്ലാതെ വിനയം കാണിച്ചിരിക്കേണ്ട ഒരവസ്ഥയിലല്ല നമ്മൾ ഉണ്ടാവേണ്ടത്. മറിച്ച് കോൺഫിഡൻസ് കാണിക്കുക, ഒരു സംഗതി ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിക്കുക, അത് ഏറ്റെടുക്കുക, അത് ഭംഗിയായി ചെയ്യുക. യൂസുഫ് അലൈഹി സ്വലാം അതാണ് ചെയ്തത്. ഇതൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അത് സമൂഹത്തിലാവട്ടെ, ഒരു രാഷ്ട്രത്തിലാവട്ടെ, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഏതെങ്കിലും ഒരു മേഖലയിലാവട്ടെ, അവിടെയൊക്കെ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാവണം. നമ്മൾ ഈ ഒരു അവസ്ഥയെ പലപ്പോഴും അട്ടിമറിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ മതത്തിൽ പോലും അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ഇപ്പോ നമുക്ക് പലയിടത്തുനിന്നും കിട്ടുന്ന ഒരു വിവരം, നമ്മുടെ അടുത്തൊരു തലമുറ ഈ ദീനിൽ തന്നെ വിശ്വാസമില്ലാതായിട്ട്, നിരീശ്വരവാദികളായിട്ട്, നാസ്തികരായിട്ട്, ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരുപാട് സൂപ്പർസ്റ്റിഷൻ. അതായത് നമ്മുടെ ദീനിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും പിന്നെ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ 9ാമത്തെ വയസ്സിൽ നബി കല്യാണം കഴിച്ചു എന്ന് ഒരു യുക്തിവാദി പറയുമ്പോൾ, പടച്ചോനെ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം കൂടി അങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടി. ഒരാള് ഒരുപാട് വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചിട്ട് പറഞ്ഞ, അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽപ്പെട്ട ഒരു കുട്ടി നല്ല ദീനിയായിരുന്നു, ഒരുപാട് നമസ്കാരം, പാതിരാക്ക് തഹജ്ജുദൊക്കെ നമസ്കരിക്കുന്ന ഒരു കുട്ടി, പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഏതോ ഒരു ഹദീസ് കേട്ട ഉടനെ മാറിപ്പോയി, നിരീശ്വരവാദി ആയി പോയിന്ന്. ആ ഹദീസിന്റെ വിശദീകരണം ചോദിച്ചിട്ടാണ് അയാൾ എനിക്ക് വോയിസ് ഇട്ടേക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈമാൻ ഇത്ര ദുർബലമായി പോകുന്നത് എന്തുകൊണ്ടാ? അലീം എന്ന് പറയുന്ന ആ ഇൽമിന്റെ റൂട്ട് തെറ്റുന്നതുകൊണ്ടാണ്. നമ്മളോട് അന്ധമായി വിശ്വസിക്കാൻ ഈ മതം ഒട്ടും പറഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന, അഫലാ യതദബ്ബറൂൻ അഫലാ യഖിലൂൻ അഫലാ യതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ കേൾക്കൂ. ഇത്രയധികം ചിന്തിക്കാൻ പറഞ്ഞൊരു മതം വേറെയില്ല. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ, നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും ഒക്കെ ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി തന്നെ പോണം. ആരാണ് അള്ളാഹു? എന്താണ് അള്ളാഹു? എന്താണ് ഈ ദീനിന്റെ അടിസ്ഥാനം? എന്തിന് നമസ്കരിക്കണം?
എന്തിന് നമസ്കരിക്കണം എന്നറിയാതെ ഒരാൾ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല. എന്തിന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതറിയാതെ നമ്മൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും കുലുങ്ങും. ഒരു ജബ്ബാറോ ഒരു ജാമിദ ടീച്ചറോ ഒരു ആരെങ്കിലും ഒക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പറയുമ്പോൾ ഒരു രവിചന്ദ്രനോ ഒക്കെ പറയുന്ന യൂട്യൂബ് വീഡിയോ കേൾക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ വറക്കാൻ തുടങ്ങും. പടച്ചോനെ ഈ പറഞ്ഞൊക്കെ സത്യമാണോ, ഇത് എവിടെ നിന്ന് ഒന്ന് ക്ലിയർ ആക്കാം. അങ്ങനത്തെ ഒരു ദുർബലമായ വിശ്വാസത്തിന്റെ അടിമകളാവരുത്. അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് ഒരുപാട് അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷൻ അതിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ ഈ അടുത്തൊരു ഒരു പ്രസംഗകൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയാണ്, ഒരു അമുസ്ലിം സ്ത്രീ, ഒരു ഹിന്ദു സ്ത്രീ അദ്ദേഹം അവരെ ലിഫ്റ്റിൽ വെച്ച് കണ്ടുമുട്ടണം. അപ്പൊ അവരുടെ കയ്യിൽ ഒരു പലകയുണ്ട്. ആ പലകയില് അറബിയിൽ എന്തോ എഴുതിയിരിക്കുന്നു. അപ്പൊ അവരോട് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ പോയാ? അവർ പറയണത്, ഞാൻ ഒരു ഗാംബ്ലിങ്ങിന് പോവാണ്, എന്ന് പറഞ്ഞാൽ ചൂതാട്ടം അല്ലെ, പൈസ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക്. അപ്പൊ കയ്യിലുള്ള അറബിയിൽ എഴുതിയേക്കണം എന്താന്ന് ഇദ്ദേഹം എനിക്കൊന്ന് കാണാമെന്ന് ചോദിച്ചു. അത് വാങ്ങി നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കണം എന്താ? ആയത്തുൽ കുർസിയാണ് അതിനകത്തുള്ളത്, ആയത്തുൽ കുർസി. അപ്പൊ അവരോട് ഇയാൾ ചോദിച്ചു, എന്തിനാണ് ഈ ആയത്തുൽ കുർസി? ഇറ്റ് വിൽ ബ്രിങ് മീ ലക്ക്. എനിക്ക് പിന്നെ ഞാൻ ഈ ഗാംബ്ലിങ്ങിന് പോവാണല്ലോ, അവിടെ എനിക്ക് ഭാഗ്യം കൊണ്ടുവരും. നമ്മുടെ ചില ആളുകൾ അങ്ങനെ പറയുന്നില്ല, നിങ്ങളുടെ ഭർത്താവ് ഓടിപ്പോകാതിരിക്കാൻ ഇന്ന ആയത്ത് 10 പ്രാവശ്യം ഓതിയാൽ മതി, കുടുംബത്തിൽ ഐശ്വര്യം വരാൻ ഈ ഒരു സൂറത്ത് 100 പ്രാവശ്യം ഓതിയാൽ മതി, പിന്നെ ഇന്ന ആളുടെ അസുഖം. വേറൊരാൾ എൻ്റെ അടുത്ത് ഈ അടുത്തൊരു മെസ്സേജ് ചോദിച്ചു, ആ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ക്യാൻസർ ഉണ്ട്, അത് മാറാൻ വേണ്ടി എല്ലാവരും കൂടി 10,000 യാസീൻ നിയ്യത്താക്കി. എന്നിട്ട് ഓരോരുത്തരും ഏറ്റെടുക്കുക. ഒരാൾ 10 യാസീൻ ഓതുക, വേറൊരാൾ 100 യാസീൻ ഓതുക. ഇങ്ങനെയാണോ നമ്മുടെ ദീനിനെ നമ്മൾ കരുതുന്നത്? ഇതിനാണോ ഖുർആൻ? ഇതിനാണോ ആയത്തുകള്? ഇതിനാണോ നമ്മുടെ പ്രാർത്ഥനകള്? അപ്പോ ബേസിക് ആയിട്ട് നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയും അതിന്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ വി വിൽ ബി അറ്റ് ലോസ്. യഥാർത്ഥത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പഠിപ്പിക്കുന്നതും അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ്. ഇന്നി ഹഫീദുൻ അലീം. എനിക്ക് ഈ ജോലി, ഈ പറഞ്ഞ പണി കൃത്യമായി അതിനെ സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കും. ആൻഡ് ഐ ആം നോളജബിൾ, ഐ ഹാവ് ദറ്റ് റൈറ്റ് നോളജ്. ഈ ഒരു കൺസെപ്റ്റാണ് യൂസുഫ് അലൈഹി സ്വലാം ഈ 2ാമത്തെ ആ വാചകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രയാണ് ഇന്നിപ്പോ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന് ഈ ഇപ്പൊ പറഞ്ഞതിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട, ഈ സൂറത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു 5 മിനിറ്റ് കൂടെ പിന്നെ തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅന ഹാദാ ജമഅൻ മർഹൂമ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.